എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പമാണ് കേട്ടോ. നമ്മുടെ ആ ഒരു എന്താ പറയാ വളരെ ടേസ്റ്റി സ്പോഞ്ചി ആയിട്ടുള്ള നല്ല അടിപൊളി വട്ടയപ്പത്തിന്റെ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇത് അരക്കപ്പ് പച്ചരിയുടെ പൊടിയുണ്ട്. അപ്പം ഇതെങ്ങനെയാ പൊടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരങ്ങോട് കൂടിയാണ് കേട്ടോ പൊടിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് വറുത്തിട്ടില്ല, വറക്കാത്ത അരിപ്പൊടിയാണ്. അപ്പൊ നമുക്ക് ഇതാദ്യം ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പയ്യൊന്ന് ആ കട്ടയൊന്ന് മാറിയില്ല. ഇനി നമുക്കിത് വറ്റിച്ച കപ്പി വെച്ചെടുക്കുന്ന പറയില്ലേ സാധാരണ വെള്ളയപ്പത്തിനൊക്കെ, അതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ കപ്പ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തരിപ്പുള്ളതാണ് നല്ലത് കേട്ടോ. എന്നാലാണ് നമ്മൾ ആ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൽ കിട്ടത്തുള്ളൂ. അപ്പം ഇതെന്താ ചെയ്യേണ്ടത്, നമ്മൾ ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം ഇത് വെള്ളം വറ്റിച്ച് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. അപ്പം നമുക്ക് ഇത് തണുത്ത് വന്നു. അപ്പം നമുക്കിനി ഇത് മിക്സിയിലേക്ക് ഇടാം. അപ്പൊ നമ്മൾ കുറുക്കി വെച്ചിരുന്ന മാവ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരക്കപ്പ് ചോറിട്ട് കൊടുക്കാം. ഇത് ഞങ്ങൾ മുമ്പിൽ യൂസ് ചെയ്യുന്ന വൈറ്റ് കളർ അരിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ചോറിന് കുത്തിരിച്ചോറാണെങ്കിലും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഇഡ്ഡലിയുടെ ഒക്കെ ഉണ്ടല്ലോ അരി, അപ്പോൾ ആ ഇഡ്ഡലി റൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. ഈ പഞ്ചസാര ഞാൻ ഒരു 6 ഏലക്ക ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഏലക്ക അല്ലാതെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞൊന്നും കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ഏലക്ക അങ്ങനെ അത് കിടക്കുന്ന കാണും, അപ്പോൾ അതൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 ഏലക്ക ഈ പഞ്ചസാരയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പ് പഞ്ചസാര അതുപോലെ തന്നെ ഒരു 6 ഏലക്ക ഈ അരയ്ക്കുന്നതിനകത്തേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ വട്ടയപ്പത്തിന് ആ ഒരു ബ്ലാക്ക് കളർ ഇടയ്ക്കിടയ്ക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പൊടിച്ചു വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കണ്ടോ ആ ഒരു ഏലയ്ക്ക് കിടക്കുന്നത് കാണാനില്ല, തൊണ്ട് മാറ്റിയിട്ട് നമ്മൾ ഇതിനകത്തിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചാൽ മതി. അപ്പൊ അതിട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് ഇതൊന്ന് ആദ്യം അരച്ചെടുക്കാം, കാരണം അല്ലെങ്കിൽ ചോറൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണമെങ്കിൽ നമ്മളിപ്പം ഈ പഞ്ചസാരയുടെ കൂടെ ഇത് ആദ്യം ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. അപ്പത്തേ നമ്മളത് അരച്ചോണ്ട് വന്നിട്ടുണ്ട് കണ്ടോ. ആ പഞ്ചസാരയുടെ കൂടെ അരച്ചോണ്ട്, അല്ലെങ്കിൽ ചോറ് അറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പം നന്നായിട്ട് അത് ഫൈനായിട്ട് അരഞ്ഞു കിട്ടില്ല, അപ്പം അതുകൊണ്ടാണ് അങ്ങനെ അരച്ചത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ഈ പച്ചരി ഞാൻ 6 മണിക്കൂർ കുതിർത്തി എടുത്തു വെച്ചാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്തിട്ട് അതെടുത്തിരിക്കുന്നതാണ്. വെള്ളം മുഴുവൻ വാർത്തി കളയണം, അല്ലെങ്കിൽ വാട്ടറിന്റെ അളവിൽ വ്യത്യാസം വരും. അപ്പം മുഴുവൻ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് എടുക്കുക. വെള്ളം ഊറ്റാൻ വേണ്ടി കുറച്ച് സമയം വെച്ചിട്ട് എടുക്കുക. അപ്പൊ അങ്ങനെ എടുത്ത 1 കപ്പ് പച്ചരിയാണ് കേട്ടോ ഇത്. ഒരു 5-6 മണിക്കൂർ ഇത് കുതിരാൻ വേണ്ടി ഇടണം, എന്നാലാണ് അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആ 1 കപ്പ് പച്ചരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ പച്ചരി ഇട്ട് കൊടുത്തു. ഇനി ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇപ്പൊ ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഇത് അരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അരക്കപ്പ് തേങ്ങാപ്പാലും അരക്കപ്പ് തേങ്ങാ വെള്ളവും യൂസ് ചെയ്യാം. അത് നമ്മളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷെ തേങ്ങാപ്പാലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ കുറേ കൂടി ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് കൂടും. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ പച്ചരിയും കൂടി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ഇതിനകത്തേക്ക് ഇടുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഇടുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഒത്തിരി ഒന്ന് അരഞ്ഞു പോകേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് അരഞ്ഞു കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് ആ തേങ്ങ ഒന്ന് ചെറുതായിട്ട് എന്താ പറയാ ഒരുപാട് അരയാതെ ഒന്ന് അരഞ്ഞു എന്നുള്ള മട്ടിൽ ആ ഒരു രീതിക്ക് മാത്രം കിട്ടിയാൽ ജസ്റ്റ് ഒന്ന് ഇതായി കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് ലാസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ ആ തേങ്ങ ഇട്ട് കൊടുത്തു. തേങ്ങ ഞാൻ അരക്കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തത്. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മധുരം ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി വേണം വട്ടയപ്പത്തിന്. അപ്പൊ അതിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച്
ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിതെല്ലാം ഒറ്റ ഇത് തന്നെ അരച്ചരച്ചരച്ചങ്ങ് എടുക്കുകയാണ്. അപ്പൊ ഈസ്റ്റും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എല്ലാം ആയി. പിന്നെ ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പത്തേ ഞാൻ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന മാവ് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. കണ്ട ഈ ഒരു ഇതിൽ വേണം, അളവിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് തിക്കാകാൻ പാടില്ല. അപ്പൊ നമ്മുടെ ആ ഒരു പച്ചരിയുടെ ആ ഒരു പച്ചരിയുടെ വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിലോ ചോറിലുണ്ടെങ്കിലോ അപ്പൊ അതിനനുസരിച്ച് വെള്ളത്തിന്റെ മാറ്റം വരും. തേങ്ങാപ്പാൽ ചേർക്കുന്നതിൽ 1 കപ്പ് എന്നുള്ളത് 1.25 കപ്പ് വരെ വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഈ ഒരു അളവിന് കിട്ടുന്ന പാകത്തിന് വേണം ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പത്തേ നമ്മുടെ മാവ് നമ്മൾ ഒഴിച്ചു വെച്ചു. ഇനിയിപ്പോ ഇതിനകത്ത് ഒന്നും ചേർക്കാനില്ല, എല്ലാം ചേർത്തിട്ടുണ്ട്. നമ്മള് തേങ്ങാപ്പാല്, തേങ്ങ, ഈസ്റ്റ്, ഉപ്പ്, പഞ്ചസാര എല്ലാം ചേർത്തു. ഉപ്പ് നമ്മൾ കുറച്ച് ചേർക്കുന്നത്, കാരണം മധുരം ഉള്ളതുകൊണ്ട് അതൊന്ന് ബാലൻസ് ചെയ്യാനും ആ ഒരു ടേസ്റ്റിന്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പം ഇത്രയും സാധനങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 7 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഇത് പൊന്തി വന്നോളും. നൈറ്റിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് ആയിക്കോളും കേട്ടോ. നൈറ്റിൽ ഇങ്ങനെ അരച്ച് വെക്കുകയാണെങ്കിൽ മോർണിംഗ് ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചുറ്റെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് 7 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. എന്നിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ ഇത് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതാട്ടോ ബബിൾസ് ഒക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഇളക്കി കൊടുക്കാം. നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ, നമ്മളെ പോലെ വന്നേക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുക്കാം. ഇപ്പം ഞാനൊരു ചെറിയ പ്ലേറ്റ് ആണ് എടുത്തേക്കുന്നത്, കാരണം എൻ്റെ സ്റ്റീം ചെയ്യുന്ന പാത്രം വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ഇതെൻ്റെ സ്റ്റിക്കറാണ് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാം ആദ്യം തന്നെ. അപ്പം ഞാൻ അത് റെഡിയാക്കുന്ന സമയം കൊണ്ട് വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു. വെള്ളം അടുപ്പത്ത് വെച്ച് അത് ചൂടാക്കിയിട്ടുണ്ട്. അതേ സ്റ്റീമറിനകത്ത് ഇതുപോലെ നമ്മൾ വെള്ളം വെച്ചിട്ട് അങ്ങനെ തിളച്ച് വന്നു. ഇനി നമുക്ക് ഇത് ചൂട് ഒത്തിരിയായിട്ട് പാത്രം ഇറക്കി വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഈ പാത്രം ഇതിനകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. നല്ല ചൂട്, അതുകൊണ്ടാണ്. അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നിറയെ ഒഴിച്ചു കൊടുക്കരുത്, ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. കാരണം ഇത് കുറച്ചൊന്ന് പൊന്തി വരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നിങ്ങൾക്ക് പ്ലേറ്റിനകത്ത് ഒഴിച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിലൊക്കെ വെക്കുന്ന എളുപ്പമുണ്ടെങ്കിൽ എന്താ പറയുക, അങ്ങനെ തന്നെ വെച്ചാൽ പിന്നീട് വെച്ചാൽ മതി മാവ് ഒഴിച്ചതിന് ശേഷം. ഞാനിപ്പോൾ എനിക്ക് ഇതിനകത്തേക്ക് വെക്കാനുള്ളൊരു പാടുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ കുറച്ച് പൊങ്ങി വരാനുള്ള സ്ഥലം ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇത് കുക്കായി നമുക്ക് നോക്കാം ഓപ്പൺ ചെയ്തിട്ട്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ആ ഒരു ചൂടിനനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്കിത് കുക്കായി അറിയാൻ വേണ്ടി ഇതിങ്ങനെ പയ്യെ കുത്തി നമുക്ക് ഒരു സ്പൂണകത്ത് വെച്ചിട്ട് അത് ഉണ്ടാകും. ഇതിലൊന്നും ഒട്ടും പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് കുക്കായിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല കിട്ടില വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ എന്ത് സോഫ്റ്റ് ആണെന്നറിയാമോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് എന്താ പറയുക കേട്ടോ, നല്ല കിട്ടില്ല സൂപ്പറാണ്. നമുക്കിതൊരു കാര്യം ചെയ്യാം. നമ്മുടെ വട്ടയപ്പത്തിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ചെറി വെച്ച് കൊടുക്കാം കേട്ടോ. കേട്ടോ, നല്ല കിട്ടില വട്ടയപ്പമായി. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ക്രിസ്മസിന് അടിപൊളിയാണ്. ഇതേ റെസിപ്പി ഇതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് സൂപ്പർ വട്ടയപ്പം കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വട്ടയപ്പം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഒന്ന് കട്ട് ചെയ്യാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളതാണ്. ഇത് ഇച്ചിരി തണുത്തിട്ടാണ് ഇച്ചിരി തരുന്നത്. ഞാൻ ഒത്തിരി തണുക്കാൻ നിന്നില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെന്നുള്ളൂ. നിങ്ങൾ ഇച്ചിരി തണുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി, അന്നേരം നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ ഇതാ കണ്ടോ നിങ്ങൾ നമ്മുടെ വട്ടയപ്പം. ഇത് എത്ര സോഫ്റ്റാണെന്നറിയാമോ? നല്ല സോഫ്റ്റ് പതുപതാന്നിരിക്കുന്ന നല്ല ഒന്നാമത് വട്ടയപ്പമാണ് കേട്ടോ. എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം ഈ ക്രിസ്മസിന് കേട്ടോ.
എല്ലാവരും കണ്ടല്ലോ വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഈ ക്രിസ്മസിന് വളരെ ടേസ്റ്റിയാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മുടെ കമന്റ് ബോക്സിലൂടെ ഇറങ്ങിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.